ഈ വർഷം ഞങ്ങളുടെ ഗ്രാമഭരണസമിതിയുടെ അവസാനത്തെ കർഷക ദിനാചരണവും സംഘർഷക സംഗമത്തിന്റെ ആചരണത്തോടനുബന്ധിച്ച് ഈ വർഷം നമ്മൾ എല്ലാ വർഷവും നമ്മുടെ സഹകരണ ബാങ്കാണ് ഷീൽഡും അതുപോലെ തന്നെ മെമ്മന്റുകളൊക്കെ തരാറുള്ളത്. അപ്പൊ ഈ വർഷം ഭരണസമിതി പറഞ്ഞു ഞങ്ങൾ ഈ ഞങ്ങളെ ആദരിക്കുന്നതിനുള്ള എല്ലാ ഷീൽഡുകളും ഒരുക്കിക്കൊള്ളാം. മറ്റുള്ള കാര്യങ്ങളിൽ സഹകരണ സംഘ ബാങ്കുകൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതോട് സഹകരിക്കാമെന്ന് അവരും പറഞ്ഞു. അതിന് വെളിച്ചത്തിലാണ് ഈ ഷീൽഡും ഒക്കെയും പഞ്ചായത്ത് ഭരണസമിതി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് വിവിധ ആൾക്കാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഭംഗിയായിട്ട് ഇത്തരത്തിൽ ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്യുന്നതിനും നമുക്ക് ക്ഷണം സ്വീകരിച്ച് MLA ഇവിടെ കൃത്യസമയത്തെത്തി. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേർന്നു. അപ്പോൾ നമ്മളുടെ പഞ്ചായത്തിലെ കർഷക പുളൂര് ഗ്രാമപഞ്ചായത്ത് പൊതുവെ കർഷക ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ഒട്ടനവധി കർഷകർ കൃഷിയെ ആശ്രയിച്ച് നടക്കുമ്പോൾ പ്രകൃതി തന്നെ കാലാവസ്ഥ വ്യതിയാനം വരുത്തി ഒട്ടനവധി കൃഷിനാശങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ്. ഒട്ടനവധി ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം MLAയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത് ഇവിടെ നെൽകൃഷിക്കാർക്ക് നെല്ല് സംഭരിച്ചെങ്കിലും പല കർഷക സംഘങ്ങൾക്ക് നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പലരും ഇതിനകത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചപ്പോഴും അടിയന്തരമായിട്ട് മീറ്റിംഗ് കൂടി അവരുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി. സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള കുഴപ്പമില്ല, മറ്റുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ പണം ലഭിക്കുന്നതിനുള്ള കാലതാമസം നേരിടുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് അവർ സഹകരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ MLA ഇതിനൊന്ന് കർഷകർക്കൊപ്പം തന്നെ നിന്ന് പഞ്ചായത്തിനോടൊപ്പം തന്നെ നിന്ന് MLA പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിലും കർഷകരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് കടവും വിലയും അത്യാവശ്യ സ്വർണങ്ങളൊക്കെ പണയം വെച്ചുകൊണ്ടാണ് കൃഷിക്കാര് നെൽകൃഷി ഇറക്കുന്നത്. അത് MLAക്ക് അറിയാം. MLA പല സ്ഥലങ്ങളിലും പല വേദികളിലും ഇത് പ്രസംഗിക്കാറുണ്ടെങ്കിൽ പല വേദികളിൽ അറിയിക്കാറുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ച് ഇതിന്റെ പ്രശ്നങ്ങൾ തീർത്ത് നെൽകൃഷിക്കാർക്ക് നെല്ലിന്റെ വില കിട്ടുന്നതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അധികം വൈകാതെ തന്നെ നെൽകർഷകർക്ക് കിട്ടാനുള്ളവർക്ക് അധികം നെല്ലിന്റെ നിലവിലെല്ലാം തന്നെ കാർഷിക മേഖലയും അതുപോലെ തന്നെ വനം വെച്ച് പിടിപ്പിക്കുന്നതെല്ലാം ഇന്ന് വലിയ പഠന വിധേയമായി കൊണ്ടിരിക്കുന്നു. മാലിന്യം കുറയ്ക്കുവാൻ ഏതെല്ലാം വിധേയനെ അതെല്ലാം കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും കാർഷിക മേഖല ഇത്തരത്തിൽ കർഷകന്റെ മാത്രമായിട്ടുള്ളതല്ല, പൊതുസമൂഹത്തിന്റെ മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും എല്ലാം, നമ്മുടെ മാത്രമല്ല മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും എല്ലാം നിലനിൽപ്പിന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഇന്ന് ലോകം മാറുന്നതിനെ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും കാർഷിക മേഖലയെ നമുക്ക് പുനരുദ്ധരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും ജലസംഭരണിയും ശുദ്ധമായിട്ടുള്ള വായുവും ശുദ്ധമായിട്ടുള്ള ആരോഗ്യവും എല്ലാം സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കർഷകരെ സംരക്ഷിക്കുക. അതുകൊണ്ടാണ് കർഷകരെ ആദരിക്കുന്നത്. മറ്റൊരു ആരെയും ആദരിക്കപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് കർഷകരെ ആദരിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമാണ്. അതാണ് അർഹമായിട്ടുള്ള അംഗീകാരം എന്ന് പറയുന്നത്. കർഷകരെ ആദരിക്കുക എന്നുള്ളത് അത് മറ്റു ഒന്നും കൊണ്ടല്ല. തീർച്ചയായിട്ടും അത് മനുഷ്യ സമൂഹത്തെ സംരക്ഷിക്കപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് കർഷകരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആദരവ് നടക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികളെ, കൊച്ചുകുട്ടികളെ, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെ എന്തുകൊണ്ട് നമ്മൾ ആദരിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, കുട്ടി കർഷകരെ ആദരിക്കുന്നത് അവരിലേക്ക് നമ്മൾ നല്ല മൂല്യങ്ങളെ കൊണ്ടെത്തിച്ചു കൊടുക്കുക. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ലോകമാണ് എന്നുള്ളൊരു ചിന്ത കൂടി അവരിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യവും കാർഷിക വൃത്തിയിലേക്ക് പുതിയൊരു തലമുറയെ കൂടി നമുക്ക് കൊണ്ടുവരിക എന്നുള്ള ഉത്തമമായിട്ടുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിലൂടെ കാണുന്നത്. തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഈ നാടിനെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ളത്, ഈ ലോകത്തെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ളത് എന്നുള്ള ചിന്തകൾ നമുക്കിടയിൽ കൂടുതൽ വളർന്നു വരണം. നമ്മളതിനുള്ള മാതൃകകളായിട്ട് മാറണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് കർഷക സംഗമവും കർഷകരെ ആദരിക്കൽ ചടങ്ങും ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. കർക്കിടക കഴിഞ്ഞു, ദുർഘടം തീർന്നു എന്നാണ് പറയുന്നത്. പൊന്നി ചിങ്ങമാസം ആഗതമായി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു പൊന്നോണ ആശംസകൾ അഡ്വാൻസായി നിങ്ങൾക്ക് ഞാൻ നേരെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിങ്ങമെന്നാണ് നമ്മുടെ പരിപാടി നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചത് എങ്കിലും
നമ്മളുടെ തൃശ്ശൂരിന്റെ സംസ്ഥാനതല കർഷക ദിനം തൃശ്ശൂർ നടത്തുന്നത് കാരണം കൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. അപ്പോൾ നമുക്ക് അന്നമൂട്ടുന്ന കർഷകരുടെ ഈ പരിപാടി നമ്മുടെ കർഷകർക്ക് നമുക്കും ഒരുമിച്ചിരുന്ന് അന്നമുണ്ട് നമുക്ക് കർഷക ദിനം ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ചിട്ട് പഞ്ചായത്ത് കാർഷിക ഗ്രാമപഞ്ചായത്താണ്. ഓരോ ദിവസവും എത്തുമ്പോഴും മറ്റു പഞ്ചായത്തിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ കൃഷി താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എത്ര നഷ്ടത്തിലാണെങ്കിലും എത്ര കടത്തിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ കൃഷി ഈ മേഖല വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും തന്നെ പ്രായം പോലും നോക്കാതെ കഷ്ടപ്പെട്ട് ഇത്തരത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ പഞ്ചായത്തിലെ ഭൂരിഭാഗം കർഷകരും. നമുക്കെല്ലാവർക്കും അറിയാം, മറ്റു പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ചിങ്ങമാസം ഓണക്കാലമായി ആവുമ്പോൾ തന്നെ ഈ പൂക്കൃഷി ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിലെ 2ാം വാർഡിലേക്കൊക്കെ നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പൂക്കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ ഈ കർഷക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം, കൃഷിയിൽ നിന്ന് കിട്ടുന്ന കൃഷി ചെയ്യുമ്പോൾ ആ കർഷകന്റെ ശരീരത്തിന് കിട്ടുന്ന ആ ഒരു നെയ്വെടുക്കം നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന കർഷകരെ ഓരോരുത്തരെയും എടുത്തു നോക്കിയാൽ അറിയാം, അവരെല്ലാവരും നല്ല ചുറുചുറുക്കോടും കൂടി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. നേരെ മറിച്ച് പൂർണ്ണമായിട്ട് ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ട് പോലും തരിശായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ട് പോലും കൃഷിയെ സ്നേഹിക്കാതെ മടി പിടിച്ചു നിൽക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ളവർക്ക് ഈ കർഷകരെ മികച്ച ഒരു ഉദാഹരണമാണ്. കർഷക ദിനമായിട്ടാണ് നാം വർഷങ്ങളോളമായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ആദരവ് എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷവും അതോടൊപ്പം തന്നെ ഐശ്വര്യപൂർണവും ആകുന്നതാണ് ഈ ചിങ്ങമാസത്തിലെ 1-ാം തീയതി തന്നെ നടക്കാറുള്ളത്. നമുക്കറിയാം, ഇന്നലെ സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടി തൃശ്ശൂർ വെച്ചാണ് ഉദ്ഘാടനമായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2-ാം തീയതി തന്നെ ഈ പരിപാടി കർഷകർക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ കൃഷി ഓഫീസിൽ സംഘടിതമായിട്ട് സംഘടിപ്പിച്ചത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ വ്യതിയാനം മൂലവും മറ്റും കൃഷിക്ക് ഒത്തിരിയേറെ നഷ്ടങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. നേരത്തെ വരുന്ന കാലവർഷം, അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ 6 മാസം മാത്രമാണ് തിരൂർ കാർഷിക ഗ്രാമപഞ്ചായത്തായ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയുള്ളത്. ഏതായാലും പൊന്നിച്ചിങ്ങ മാസത്തിലെ എല്ലാവർക്കും തിരുവോണാശംസകൾ ആദ്യമേ നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന അവാർഡ് നേടിയ കർഷകരെല്ലാം തന്നെ ആദിയിലും വ്യാധിയിലുമാണ്. കാരണം 2019 തുടങ്ങിയുള്ള കർഷകരുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുന്നു. വാഴ കൃഷി ചെയ്യുന്ന കർഷകരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ കൃഷി ചെയ്ത് നെല്ല് കൊടുത്തിട്ട് അതിൻ്റെ പൈസ കിട്ടാതെ ജപ്തിയുടെ ഭീഷണിയിൽ നിൽക്കുന്ന കർഷകരാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ളത്. അവരെന്നാലും മനം നിറഞ്ഞ് ഇവിടെ വന്ന് ഈ വാദം കഴിക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ കർഷകരുടെയും ദുരിതങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മണ്ണിൽ പണിയെടുക്കുന്ന ഈ കർഷകർക്ക് ആദ്യമേ ചെയ്യേണ്ട പരിഗണന അവർക്കാണ്. വേറെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും മുൻഗണന നൽകേണ്ടത് കർഷകർക്കാണ്. ഇത്ര ഒട്ടനവധി കർഷകർ വാഴയായാലും ചേനയായാലും പച്ചക്കറികളായാലും നെൽകൃഷിയായാലും ഉത്പാദനം വർദ്ധിപ്പിച്ച് നമ്മുടെ നാടിനെ പ്രശസ്തിയിലാക്കുന്ന ഈ കർഷകർക്ക് വേണ്ടതായ ആനുകൂല്യങ്ങൾ മുൻഗണന നൽകി കർഷകർക്ക് നൽകേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്.